ഇവിടെ ആരുമില്ലേ? പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഹണി റോസിനെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഹണി റോസിന്റെ ഹോം ടൂർ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം. അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. പറഞ്ഞ സാർ പറഞ്ഞ. ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ? ഓ അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. പെയിന്റിങ്ങുകൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. ഈ ഇന്റീരിയറിന്റെ ഡി ലൈഫുകാർ തന്നെ സെലക്ട് ചെയ്തതാണ്. എന്നെ കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് എനിക്ക് എന്തെങ്കിലും മീനിങ് ഒക്കെ ഉള്ളത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനിങ് കൊടുക്കാം. ആണ്, അബ്സ്ട്രാക്ട് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിങ് നിങ്ങൾ ഉണ്ടാക്കിയേക്കോ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ നമ്മളിനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി എന്താ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്? ഞാനിപ്പം കുറച്ച് ഹെൽത്ത്, ഇപ്പോഴല്ല ഹെൽത്ത് നോക്കുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾസോ അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. വെജിറ്റബിൾ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ എന്താ ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ചൊന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീര ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ചാണകമാണെന്ന്. ഇതും ഒരു കുറച്ചുകൂടി ഒരു മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള റൂം അല്ലേ? ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രൈവസി കിട്ടുന്ന റൂമാണ്. ഈ റൂമിലാണ് അച്ഛനും അമ്മയും ഉള്ളത് അല്ലേ? ഓക്കെ. മറ്റേ കുതിച്ചു പൊങ്ങോ കട്ടില്? ഈ വീടിനകത്ത് നിങ്ങൾ നടന്നാണോ അതോ ഓട്ടോറിക്ഷ വിളിച്ചാണോ പോകുന്നത്? മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നമ്മുടെ റൂമിലെത്താൻ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? ഇതെന്തൊരു മുറി! അയ്യോ, മൂട്ടാടി ഉള്ള കട്ടിലിൽ കിടന്നിട്ട് ഇവിടെ വന്ന് കിടന്നപ്പോ എന്തൊരു സുഖം, എന്തൊരു കുലുക്കം. ഹണി റോസിന്റെ ബ്യൂട്ടി ടിപ്പ് എന്താ? സത്യമായിട്ടും എനിക്ക് വയ്യ. ഹണി റോസിന്റെ അടുത്തേക്ക് മറ്റേ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചാലും ഒരു കാര്യമില്ല. സത്യമാണ്. அதுவா, நீ சீக்கிரம் வெளியாகணும்ட்டு நான் தான் அதுல கொஞ்சம் ப்ளீச்சிங் பவுடர் மிக்ஸ் பண்ணிட்டேன். என்னமா இத்துணு போட்டுக்கிட்டு குங்குமம் இவ்வளவு போடக்கூடாதுப்பா. ஐயோ, மொத்தத்தையும் குடிக்காம வயித்தை கிட்ட காட்டும் போது ஸ்டீல் பாடி ஒன்றும் ஆகாது. என்ன சிவாஜி இது? என்ன பாரு, சேத்துல விழுந்த முதல்வன் அர்ஜுன் மாதிரி ஆயிட்டே. இது முள்தாடி மட்டி, நேச்சுரல் தெரப்பி. കഴവി തോന്നേന്നാ ചുമ്മാ കമലഹാസൻ മാറി ഇരിപ്പ. ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളാ. സ്വീറ്റ്സ് പ്രത്യേകിച്ചും ഡെയിലി എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം. ഞാനിപ്പോ ആ വിഷയം വിട്ടു. ഞാൻ ഈ വീട്ടിലെ സമാധാനമായിട്ട് പോവാ. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ മോളെയൊക്കെ നമുക്ക് കല്യാണം കഴിപ്പിക്കണ്ടേ? ഒരു മാറ്റവും ഇല്ലല്ലോ. പോട്ടെ സാർ.